ഓക്കെ, നമുക്ക് നാലാമത്തെ ക്വസ്റ്റിലേക്ക് കിടക്കാം. ഇവിടെ നാലാമത്തെ ക്വസ്റ്റിനെ മെട്രിക്സ് എന്ന ചാപ്റ്ററിലെ വളരെ ഈസി ആയ ക്വസ്റ്റൻ ആണ്. അപ്പൊ എന്താ ഈ ക്വസ്റ്റിൽ പറഞ്ഞത്? ഫോർ എ 3x3 മെട്രിക്സ് ഓഫ് മെട്രിക്സ് എം. അപ്പൊ എന്താ ഓഡ് 3x3? അപ്പൊ എന്താ 3x3? ട്രൈസ് എം ഡിനോട്ട് ദ സം ഓഫ് ഓൾ ഡയഗണൽ എലിമെന്റ്സ് ഓഫ് എം. നമുക്കറിയാം ട്രൈസ് എന്ന് പറഞ്ഞ സം ഓഫ് ഓൾ ഡയഗണൽ എലിമെന്റ്സ് അല്ലേ, അത് പറഞ്ഞു തരും. ഓക്കെ, ലെറ്റ് എ ബി 3x3 മെട്രിക്സ്. എ എന്താണ്? 3x3 മെട്രിക്സ് ആണ്. ഓക്കെ, ദെൻ അപ്പൊ എന്നെ 3 ആണ്. ഡിറ്റർമിനന്റ് ഓഫ് എ എന്താ? 1/2 ആണ്. ഡിറ്റർമിനന്റ് ഓഫ് എ 1/2 അല്ലെ. പിന്നെ ട്രൈസ് ഓഫ് എ എന്ന് പറഞ്ഞാൽ എന്താ? ട്രൈസ് ഓഫ് എ എന്ന് പറഞ്ഞാൽ 3 ആണ്. ഓക്കെ, പിന്നെന്താ? ഇഫ് ബി ആരാ? അഡ്ജ് ഓഫ് അഡ്ജ് ടു എ. ബി എന്ന് പറഞ്ഞ ആരാ? അഡ്ജ് ഓഫ് അഡ്ജ് ടു എ. അങ്ങനെയെങ്കിൽ വി ഹാവ് ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് ഡിറ്റർമിനന്റ് ബി പ്ലസ് ട്രൈസ് ബി അല്ലെ. ആ ഡിറ്റർമിനന്റ് ബിയും ട്രൈസ് ബിയും കാണുമെങ്കിൽ അവിടെ ബി എന്ന മെട്രിക്സ് ആദ്യം കാണാം. ഓക്കെ, ബി എന്ന മെട്രിക്സ് ആരാ? അഡ്ജ് ഓഫ് അഡ്ജ് ടു ആണ് അല്ലെ. നമുക്ക് എല്ലാവർക്കും അറിയാം അഡ്ജ് ഓഫ് അഡ്ജ് എന്ന് പറഞ്ഞാല് ഡിറ്റർമിനന്റ് ഓഫ് അഡ്ജ് ഓഫ് അഡ്ജ് അല്ല, വെറും അഡ്ജ് ഓഫ് അഡ്ജ് എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനന്റ് ഓഫ് എ റേസ് ടു n - 2 × a വരാ അല്ലെ. അപ്പൊ അഡ്ജ് ഓഫ് അഡ്ജ് 2a എന്ന് പറഞ്ഞ എന്ത് വരാ? ഡിറ്റർമിനന്റ് ഓഫ് 2a റേസ് ടു n - 2 × 2a വരാ അല്ലെ. ഞാൻ യൂസ് ചെയ്ത കൺസെപ്റ്റ് എന്താണ്? നമുക്ക് എല്ലാവർക്കും അറിയേണ്ടതാണ്. അഡ്ജ് ഓഫ് അഡ്ജ് എന്ന് പറഞ്ഞാൽ എന്താ ഇക്വേഷൻ? ഡിറ്റർമിനന്റ് ഓഫ് എ റേസ് ടു n - 2 × a. ഈ ഇക്വേഷൻ ആണ് ഞാൻ ഇവിടെ യൂസ് ചെയ്തത് അല്ലെ. അങ്ങനെയെങ്കിൽ ബി എന്താണ് വരിക? ബി ഈക്വൽ ടു ഡിറ്റർമിനന്റ് ഓഫ് 2a റേസ് ടു n - 2. ഇവിടെ ഓർഡർ 3 അല്ലേ, അപ്പൊ n - 2 3 - 2 1 ആയി പോലെ. സോ ഇൻറ്റു 2a അല്ലെ. അഗൈൻ ബി ഇൻറ്റു 2 ഒരു ഡിറ്റർമിന്റെ ഉള്ളിലെ കോൺസ്റ്റന്റ് അല്ലേ. ഡിറ്റർമിന്റെ ഉള്ളിലുള്ള കോൺസ്റ്റന്റ് ഞാൻ പുറത്തേക്ക് എടുക്കുമ്പോഴേ അതിന്റെ പവറിൽ അതിന്റെ ഓർഡർ വരില്ലേ. ഇവിടെ ഓർഡർ എന്താ? 3 അല്ലേ. അപ്പൊ 2³ ഇൻറ്റു എന്താ വരിക? 2³ ഇൻറ്റു ഡിറ്റർമിന്റ് ഓഫ് a ഇൻറ്റു 2a വരിക അല്ലെ. അങ്ങനെയെങ്കിലേ 2³ ഇൻറ്റു 2a എന്ന് പറഞ്ഞാൽ 2⁴ അല്ലേ. 2⁴ 16 അല്ലേ. 16 ഇൻറ്റു ഡിറ്റർമിന്റ് ഓഫ് a ഇൻറ്റു a വരും അല്ലെ. സോ ബി ഈക്വൽ ടു 16 ഇൻറ്റു വാട്ട് ഈസ് ഡിറ്റർമിന്റ് ഓഫ് a? 1/2 അല്ലേ. സോ 1/2a, അതായത് 16ഉം 1/2 പോയ 8 അല്ലേ വരിക അല്ലെ. അതായത് ബി എന്ത് കിട്ടി? ബി ഈക്വൽ ടു 8a ആണ് അല്ലെ. അപ്പൊ ക്വസ്റ്റ്യനിൽ വൃത്തിയായിട്ട് എന്ത് കിട്ടി? ബി എന്ന ആള് ആരാ? 8 × a ആണ് അല്ലെ. ഇനി നമുക്ക് കാണുന്നത് ആരാ? ഡിറ്റർമിന്റ് ഓഫ് ബി അല്ലെ. എന്താണ് ഡിറ്റർമിന്റ് ഓഫ് ബി വരാ? നമുക്ക് ഓരോ നോക്കാണോ? ഇവിടെ കാണുന്നത് ആരാ? ഡിറ്റർമിന്റ് ഓഫ് ബി പ്ലസ് ട്രൈസ് ഓഫ് ബി ആണ് അല്ലെ. എന്താ മക്കളെ ഇവിടെ ഡിറ്റർമിന്റ് ഓഫ് ബി വരാ? ഡിറ്റർമിന്റ് ഓഫ് ബി എന്ന് പറഞ്ഞാൽ ഡിറ്റർമിന്റ് ഓഫ് ബി ആർ 8a അല്ലേ. ഡിറ്റർമിന്റ് ഓഫ് 8a അല്ലെ. എഗെയിൻ 8 ഒരു കോൺസ്റ്റന്റ് അല്ലേ. ഒരു കോൺസ്റ്റന്റ് ഡിറ്റർമിന്റ് പുറത്തേക്ക് കൊണ്ടുവരുമ്പോഴേ അതിന്റെ പവർ ഓർഡർ വരില്ലേ. അപ്പൊ 8നെ പുറത്തേക്ക് വരുമ്പോൾ അതിന്റെ പവറിൽ ആര് വരും? 8³ വരും ഡിറ്റർമിന്റ് ഓഫ് എ അല്ലെ. സോ 8³ പറഞ്ഞാൽ 8 × 8 × ഡിറ്റർമിന്റ് ഓഫ് എ അല്ലേ. അതെത്രയാ? 1/2 അല്ലെ. അപ്പൊ ഈ 1/2 8 ബാക്കി 4 അല്ലടാ. സോ 64 × 4 വരും. എത്രയാ? 256. സോ ഡിറ്റർമിന്റ് ഓഫ് ബി എന്ത് കിട്ടി? 256 ആണ്. ഓക്കെ, ഇനി വേണ്ട എന്താണ്? ട്രൈസ് ഓഫ് ബി അല്ലെ. എന്താ ട്രൈസ് ഓഫ് ബി വരാ? ട്രൈസ് ഓഫ് ബി ഈക്വൽ ട്രൈസ് ഓഫ് ബി ആരാടാ? ബി ബി ഇവിടെ 8a അല്ലേ. അപ്പൊ ട്രൈസ് ഓഫ് 8a ആവും അല്ലെ. അവിടെ 8 കോൺസ്റ്റന്റ് അല്ലേ. ആ കോൺസ്റ്റന്റ് പുറത്തേക്ക് എടുക്കാലോ. അപ്പൊ എന്താ? 8 × ട്രൈസ് ഓഫ് a. ആ ട്രൈസിന്റെ ഉള്ളിൽ നിന്ന് ഒരു കോൺസ്റ്റന്റ് വെറുതെ പുറത്തേക്ക് എടുക്കാം. പക്ഷെ ഡിറ്റർമിന്റെ ഉള്ളിൽ നിന്നാണെങ്കിൽ പുറത്തേക്ക് എടുക്കുമ്പോൾ പവറിൽ എന്ത് വരും? ഓർഡർ വരും. നമുക്കറിയാം. ഓക്കെ, സോ 8 × ട്രൈസ് ഓഫ് a. അപ്പൊ എന്താ വരിക? 8 × വാട്ട് ഈസ് ട്രൈസ് ഓഫ് a? ട്രൈസ് ഓഫ് a 3 അല്ലേ. സോ 8 × 3 ആൻസർ എന്താ? 24 അല്ലെ. അങ്ങനെ കാണണ്ട എന്താ? ഡിറ്റർമിന്റ് ഓഫ് ബി പ്ലസ് ട്രൈസ് ഓഫ് ബി അല്ലേ. ഡിറ്റർമിന്റ് ഓഫ് ബി എന്താ? 256 പ്ലസ് ട്രൈസ് ഓഫ് ബി ആരാ? 24. ആൻസർ എന്താ? 280 ആണ്. സോ ഓപ്ഷൻ 4 ആണ് കറക്റ്റ് ആൻസർ. ഡയറക്റ്റ് വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ഒരുപാട് ചെയ്യാനൊന്നുമില്ല. നമുക്ക് അറിയുന്ന കൺസെപ്റ്റ് മാത്രമാണ്. സോ ഇതാണ് നമുക്ക് അവിടെ ചെയ്യാനുള്ള കാര്യം.